ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓസി മല്ലു ട്രാവലിലേക്ക് സ്വാഗതം. ഇന്നലെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുറേ നാളത്തെ ലോക്ക്ഡൌണിന് ശേഷം കുറെ നാളായി പ്ലാൻ ചെയ്യണു. അപ്പൊ ഞങ്ങൾ ഇന്ന് അതങ്ങോട്ട് നടപ്പിലാക്കി. അതെ, അപ്പം ഞങ്ങള് ഒരു കുഞ്ഞി ടെന്റും സെറ്റപ്പും കുക്കിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബറണ്ടോങ് ലേക്കിലേക്കാണ്. അവിടെ സൈഡിലാണ് നമ്മൾ ക്യാമ്പിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് ഒരുപാട് പേര് രാവിലെ തന്നെ വന്ന് കണ്ടോ, സൈഡിലൊക്കെ കാണാം. അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരവാനും എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ലേക്ക്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈറ്റ് നോക്കിയിട്ട് എവിടെയാണ് നമുക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ്ടോ, നല്ല ഭംഗിയാട്ടോ. നമുക്ക് ഇപ്പോൾ കണ്ടോ, ഫിഷിങ് ചെയ്യാതെ ആൾക്കാർ നീന്തുന്നു. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. നമ്മൾ ചൂസ് ചെയ്ത സ്ഥലം ഇവിടെയാണ് ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് മാറിയിട്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഒഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാം, നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കുക്കിങ്ങിനുള്ളതും സൈഡിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളത്തിന് ശേഷം പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ക്യാമ്പിന് വരുന്നവർ കുഞ്ഞു കുട്ടികളായിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെയാണ് ഉറക്കാനുള്ള പാട്ടുകളും ടിപ്സുകളും. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. ഞാനും ആമിയും കുഞ്ഞും ഉള്ളിലിരിക്കുകയായിരുന്നു. പനുവേട്ടൻ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടയർഡായി തോന്നുന്നു. അപ്പോൾ നല്ല ഭംഗിയാട്ടോ, 4 പേരുള്ള കാഴ്ചകളൊക്കെ കാണാൻ. നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വന്നതാണ്. പെട്ടെന്ന് സമയം പോയി. നല്ല രസം, നല്ല തണുത്ത കാറ്റാണ് 4 പുറത്തുനിന്നും. കുട്ടായിയും എല്ലാം പ്രാമിലോട്ട് കിടത്താൻ വെച്ചു. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുട്ടായി കണ്ടുകൊണ്ട് കുക്ക് ചെയ്യുകയും ചെയ്യാം. അവനൊക്കെ ചെറിയൊരു ഉറക്കവും വരുന്നുണ്ട്. ഇറങ്ങിയിരിക്കുകയാണ് കുഞ്ഞു നവ്യ. അതുകൊണ്ട് ഇവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങി. ആമി എക്സൈറ്റഡ് ആണ് ക്യാമ്പിങ്ങിന് വന്നപ്പോൾ. കുട്ടായി നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് കിടന്ന് പ്രാമിനകത്തും കിടത്തി. അവനവിടെ കിടക്കുകയാണ്. ആമി ഇവിടെ കിടക്കുന്നത്. നല്ല വ്യൂ കേട്ടോ, പുറത്തേക്ക് നമുക്ക് പുറത്തേക്ക് കാണാം. അതാണ് നവ്യ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ചെറിയ കുക്കിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം വെച്ചിരിക്കുകയാണ്. ഇത് ബറണ്ടോം ഡാമാണ്, അതിൻ്റെ ലേക്കാണ്. നമ്മൾ ലേക്കിൻ്റെ സൈഡിലാണ് വന്നേക്കുന്നത്. അവിടെയാണ് നമ്മൾ ക്യാമ്പിംഗ് സൈറ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. വേറെയും ക്യാമ്പസ് ഇവിടെ ഉണ്ട്. കൂട്ടായി മോനി, വണ്ടി ഓടിക്കുകയാണോ? ശരിയാ കുട്ടായി മോനെ, വണ്ടി ഓടിക്കുകയാണോ നീ? കുട്ടായിക്ക് തിരിയാനും പറയാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ അതിനകത്ത്. 4 പേർക്ക് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയൊരു അത്രയും സ്ഥലമുള്ളൊരു ടെൻ്റാണിത്. പിന്നെ നമുക്ക് മേലെയും കാണാം. നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നിട്ട് ആകാശമൊക്കെ നോക്കി കിടക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലൊരു കവറുണ്ട്. ആ കവറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡാർക്ക് ആക്കാം. അപ്പം നമുക്ക് വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നല്ല തണലുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അത് ഇടുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മേലൊരു കവറിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്ക് ആക്കാൻ പറ്റും അല്ലേ നവ്യ? ഞങ്ങളകത്ത്, നവ്യ പുറത്തുമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ മെല്ലെ കുക്കിങ്ങിലോട്ട് പോകണം. ഞങ്ങൾ രാവിലെ വന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ മെല്ലെ ചോറും കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. ഇവിടെ എന്തെങ്കിലും ചൂടായിട്ട് ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ട് വന്നു. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് വറുത്തിട്ട്, കാരണം മീന് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിനാവും. അതും നല്ല കിളിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കിളിമീൻ കുറെ നാളത്തിന് ശേഷം കിളിമീൻ കഴിക്കാം. അതെ, ഇവിടെ ഈച്ചയുണ്ട്, ഇഷ്ടം പോലെ ഈച്ചയുണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, ഈച്ചയൊക്കെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ ഈ ഗ്യാപ്പിനകത്തൂടെ ഈച്ചകളകത്ത് കയറും. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മുട്ട പൊരിച്ചാലോ? നമുക്ക് ആദ്യം ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്.
എന്താ കേട്ടോ, എന്താ പേടി? ആമിക്കുട്ടൻ ഇവിടെ സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗി നൂഡിൽസും കൊണ്ടാണ് ആമിക്കുട്ടൻ വന്നേക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ വിട്ടൊരു പരിപാടി. അതെ. മുട്ടത്തോട് തന്നെ കവർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ അടിപൊളി നമുക്കൊരു നമ്മുടെ മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നല്ലപോലെ വേവണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇതെവിടെ പോയി അടി നോക്കി. പെപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ ബുൾസൈ പോലെ വേണോ അതോ മറിച്ചിടണോ? പിന്നെ എനിക്ക് മറിച്ചിടണം. നേരെ രണ്ട് കണ്ട് പിടിക്കും. മീൻ പറക്കാം. ഓ എൻ്റെ അമ്മൂ, എന്തോ ഇന്നലെ കിട്ടിയ കിളിമീനാണ്. താത്ത കുറച്ച് ചെറുതായി പോയോ നദ്യ? ഞാൻ പറഞ്ഞ അതിനെ രണ്ടാക്കി മുറിച്ചിട്ടാൽ മതിയെന്ന്. നബി പറഞ്ഞ അല്ല, ഫുൾ മീനൊക്കെ ഇങ്ങനെ കിടക്കണ കണ്ടാലേ നബിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുൾ മീനും കൊണ്ട് ചെറിയ വെച്ച് പത്രത്താണ് ഇന്ന് വറക്കാൻ പോകുന്നത്. ഫിഷ് ഫ്രൈ ഞാൻ ഓടിക്കാം. കിളിമീൻ്റെ ഒരു സൈഡൊക്കെ ആയി വരുന്നുണ്ട്. കണ്ടോ, തലഭാഗം മാത്രമാണ് പുറത്തോട്ട് നിൽക്കുന്നുള്ളൂ. അത് കുഴപ്പമില്ല, തല കഴിക്കാണ്ടിരുന്നാൽ മതി. ആവുന്നുണ്ട്. കൂട്ടായിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ഉറക്കം വന്നിരിക്കാം അല്ലേ? ഇത് കണ്ടോ, കൂട്ടായി എൻ്റെ കയ്യിലാണ്. നല്ല ഉറക്കം വന്നിരിക്കുന്നുണ്ട്. കൂട്ടായി ഉറങ്ങി, ഞങ്ങളുടെ ഉറങ്ങി കിടക്കണം. ഈച്ച കത്തില്ലല്ലോ. ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല. ഈച്ച ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് റീജിയണൽ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഈച്ച. പുറത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ലല്ലോ നേരത്തെ അല്ലേ? നല്ല അടിപൊളി വ്യൂ ആണ്. എന്താ പറയുക, പയറല്ലേ, പയറുമൊക്കെ വെട്ടി. പിന്നെ നമ്മുടെ അത് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ മുട്ടയും മീനുണ്ട്. നമ്മുടെ നാട്ടിലെ ഇതാണ് നമ്മളുടെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ റിംഗ് ആയിട്ട് ഇട്ടിട്ട് കഴിക്കില്ലേ, അതേപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. സ്നാക്സ് ആയിട്ട് പല കളറിൽ ABCD എല്ലാം ഉണ്ട്. പിന്നെ അടുത്തത് ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വർഷത്തെ പാവയ്ക്കാണ്. നമുക്ക് അങ്ങനെ കുറേയൊക്കെ പാവയ്ക്ക കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കഴിക്കുന്നവരടുത്ത് ചോദിക്കാം ടേസ്റ്റും അടിപൊളിയാണോ എന്ന്. മാങ്ങ വേണ്ടല്ലോ, ഇട്ടാ കുറച്ചിട്ട് അങ്ങനെ ക്യാമ്പൊക്കെ വരുമ്പോൾ മാങ്ങയെ കഴിക്കാം. ആമിക്കുട്ടന് ഇപ്പോൾ അച്ചാറിൻ്റെ ആളാണ്. ആമിക്കുട്ടൻ എന്നെ പോലെ അച്ചാർ അധികം കഴിക്കില്ലായിരുന്നേ. ഇപ്പോൾ അമ്മയുടെ കൂടെ കൂടി അച്ചാർ കഴിക്കാൻ തുടങ്ങി. ആമിക്കുട്ടനെ കണ്ടോ സൈഡിൽ കടുമാങ്ങയാണ് ഇഷ്ടം. കടുമാങ്ങയാണ്, വേറെ എല്ലാ അച്ചാറും ഇഷ്ടമല്ല. ആമിക്കുട്ടന്
കടുമാങ്ങ അച്ചാർ ഇഷ്ടം. മാങ്ങ ഇല്ലടാ, ഞാൻ എടുത്തിട്ട്. ആ കുഴപ്പമില്ല, എനിക്ക് തന്നട്ടെ. എടുക്കണ്ട. ഇതാണ് എനിക്കാണത്. ഓക്കെ ഓക്കെ. നമ്മളിവിടെ കുക്ക് ചെയ്ത മീനും ഓംലെറ്റും. ഓംലെറ്റും. ഓംലെറ്റ് അല്ലത്, ബുൾസായി. എന്തോന്നു. ഇതാണ് പട്ടുപുളിങ്കറി. നവ്യേനെ മറന്നു. എല്ലാം കൂടെ തിരക്കായിട്ട്. ആണോ? അത് പാവയ്ക്ക അങ്ങനെ പുളി വന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് കേട്ടോ, ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ഞാൻ വഴി ഇടുന്നതാണ്. ആ മസാലാസ് ഒന്നും അധികം ഇല്ല കണ്ടോ. സാമ്പാർ പോലെ ഇരിക്കും, പക്ഷെ സാമ്പാറല്ല, വെറും മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ. നന്നായിണ്ടോ? എന്താ കൊള്ളാം, ഒരു സുഖമില്ലാത്ത കൊള്ളാം. അപ്പം നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മലയുടെ മേലേക്ക് കാണാം, അവിടെ എല്ലാം ഉണ്ട്. ചെമ്പരടുണ്ട്. ഞങ്ങളുടെ വണ്ടി കണ്ടതെല്ലാം ഈ ഭാഗത്തന്നെ എന്തുപോലും ഇല്ല. നല്ല തടിച്ചല്ലേ. അതെനിക്ക് ആ ഫുള്ളാ ഇതില്ലേ മറ്റേ രോമള്ളോണ്ടാ, അത് ഷേവ് ചെയ്യുമ്പോ മെലിഞ്ഞു പോവും. അവിടെ നോക്കുന്നത് നമ്മളെ. ഇവിടുന്നാണ് കനോല ഓയിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.